എല്ലാ കൂട്ടുകാർക്കും ദാസേട്ടൻ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ഒരു സവാള കറിയുടെ റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ തന്നെ ബെല്ലൈക്കൺ അമർത്തിയ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കുക. അതിനായിട്ട് ഞാനിവിടെ ഒരു 4 മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ സവാളയൊക്കെ ഒന്ന് ഇതേ ഒരു പരുവത്തിൽ കട്ട് ചെയ്തിട്ട് വരാം. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലൊരു കറി ഉണ്ടാക്കി നോക്കണം. സവാള ഈ വലിപ്പത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാ സവാളയും ഇതാ കട്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇനി നമ്മൾക്ക് അതിലേക്ക് വേണ്ടത് കുറച്ച് ചുവന്നുള്ളിയാണ്. ഒരു 8ഓളം ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 6-7 വെള്ളുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതും അതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാൻ അതിൻ്റെ കൂടെ ഒരു കഷ്ണം ഇഞ്ചി ഇതേപോലെ പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതും ആ സവാളയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പൊടിയായിട്ട് അരിഞ്ഞ വെള്ളുള്ളി, ചുവന്നുള്ളി, പിന്നെ ആ പച്ചമുളക് എല്ലാം കൂടി നമ്മൾ ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിലേക്ക് വേണ്ടത് 2 മീഡിയം സൈസ് തക്കാളിയാണ്. തക്കാളി ഈ വലിപ്പത്തിൽ നമ്മൾക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് ഒരു 2 സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ തീ ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. എണ്ണ ഒന്ന് ചൂടാവുന്ന സമയത്ത് ഒരു 4 ചെറിയ കഷ്ണം പട്ട ഇട്ട് കൊടുക്കുക. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, വെള്ളുള്ളി, ചുവന്നുള്ളി, പച്ചമുളക്, ഇഞ്ചി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ കുറച്ച് കല്ലുപ്പ് തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് നമുക്കിതൊന്ന് വഴന്ന് വരും. അപ്പോൾ സവോളയും വെള്ളുള്ളിയും ചുവന്നുള്ളിയും എല്ലാം ഇതുപോലെ ഒന്ന് വഴന്ന് വരട്ടെ. ഈ സമയത്ത് നമ്മൾക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. എന്തായാലും ഇതുപോലെ ഒരു സവോള കറി നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് വഴറ്റി കൊടുത്തിട്ട് ഇതൊരു 2-3 മിനിറ്റ് ഒന്ന് ഞാൻ അടച്ച് വയ്ക്കുന്നുണ്ട്. 2-3 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് കഴിയുമ്പോൾ അതൊക്കെ ഒന്ന് ശരിക്കും ഒന്ന് സെറ്റായി വരും. ഇപ്പോൾ നമ്മൾ സവോളക്കറി ആയതുകൊണ്ട് തന്നെ ഓവറായിട്ട് ആ സവോള വെന്ത് അങ്ങനെ പോകേണ്ട ആവശ്യമില്ല. ഒരുവിധം നന്നായി ഒന്ന് വഴന്ന് വന്നാൽ മതി. ഇനി അതിലേക്ക് ഒരു 3/4 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. 3/4 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല, പിന്നെ ഒരു 1/2 സ്പൂൺ ഞാൻ മീറ്റ് മസാല കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് നല്ലതുപോലെ ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ കറി ഒരുപാട് അങ്ങോട്ട് ലൂസായി പോകരുതല്ലോ. അപ്പോൾ ആ വെള്ളം ഇതേ കണ്ടീഷനിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾക്കതൊന്ന് 5 മിനിറ്റ് അടച്ച് വെച്ച് ആ മസാലകളൊക്കെ ഒന്ന് വേവുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മൾക്കൊരു 4-5 മിനിറ്റ് ഇതൊന്ന് അടച്ച് വയ്ക്കാം. ഇപ്പോൾ ഞാൻ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നോക്കുന്ന സമയത്ത് ഇതുപോലെ ആ സവോള എല്ലാം ശരിക്കും വെന്ത, മസാലകളൊക്കെ ശരിക്കും വെന്ത് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. ഇനി അതിലേക്ക് ഞാൻ 1/2 സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇതുപോലെ ഒരു കറി ഉണ്ടാക്കി വെച്ചാൽ ചിക്കൻ കറി, മുട്ടക്കറി, വെജിറ്റബിൾ കറി എല്ലാം നമ്മൾക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പൊട്ടറ്റോ ഒക്കെ ഒന്ന് ബോയിൽ ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി. ഇനി അതിലേക്ക് ആവശ്യത്തിന് കുറച്ചുകൂടി ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അവസാനമായിട്ട് അതിലേക്ക് ഒരു 1/4 മുറി തേങ്ങാപ്പാലാണ് ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി ചേർക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം അധികം നമുക്ക് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ചപ്പാത്തിയുടെ കൂടെ അത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾക്കിത് ഇതുപോലെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ എല്ലാറ്റിനും പറ്റും. ഇനി അതിലേക്ക്
കുറച്ച് മല്ലിയില കൂടി ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഞാൻ അതിലേക്കൊരു വറവ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മളത് സവോളക്കറിയായിട്ട് തന്നെ കഴിക്കുന്നതുകൊണ്ടാണ് വറവ് കൂടി ഇട്ട് കൊടുക്കുന്നത്. ഒരു തവ അടുപ്പത്ത് വെച്ച് 1 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ഒരു 5-6 ചുവന്നുള്ളി പൊടിയായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. ഉള്ളി ഒന്ന് മൂപ്പായി വരുന്ന സമയത്ത് ഒരു അല്പം മുളക് പൊടി ചേർക്കുക. എന്നിട്ട് ആ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സവോളക്കറി അടിപൊളിയായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനത് വേറൊരു പാത്രത്തിലേക്ക് പകർത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ കറി നമ്മൾ മുട്ടക്കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാം. അതിനായിട്ട് ഞാൻ ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 തവി സവാളക്കറി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തീ ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. എന്നതിന് ശേഷം ഒരു 1/2 സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആവശ്യമെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി അതിലേക്ക് ഞാനിതാ ഒരു ബോയിൽ ചെയ്ത കോഴിമുട്ട അതുപോലെ കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾക്ക് എരിവ് പോരെങ്കിൽ കുരുമുളക് പൊടി ഇടാം, ഉപ്പ് പോരെങ്കിൽ അല്പം ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ മുട്ടക്കറി നമുക്ക് ഉണ്ടാക്കി വെക്കാം. ഇതുപോലെ കറി ഉണ്ടാക്കി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ചിക്കൻ ഒരു 2 വിസിൽ ബോയിൽ ചെയ്ത് വന്നതിന് ശേഷം വെള്ളം ചേർക്കാണ്ട് ഈ ഗ്രേവിയിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒരു 6-7 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടാൽ ചിക്കൻ കറിയും റെഡിയാവും. അതേപോലെ തന്നെ വെജിറ്റബിൾ കറിയൊക്കെ ഉണ്ടാക്കാം. ഇനി അതിൽ വേണമെങ്കിൽ നമ്മൾക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ടാൽ ആ മുട്ടക്കറി മുട്ട റോസ്റ്റ് പോലെ തന്നെ നല്ല ഗ്രേവി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇന്ന് ചപ്പാത്തീൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. ഞാൻ സവാളക്കറി മാത്രമേ കഴിക്കുന്നുള്ളൂ. എന്തായാലും നിങ്ങളിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. എല്ലാവരും ഇഷ്ടപ്പെടും. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.